ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഷൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഐറ്റവുമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കും. സാമ്പാറാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാമ്പാർ ഐറ്റവുമായിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഏകദേശം തിളക്കാറായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഞാൻ അരിഞ്ഞ് പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അതുപോലെ ഒരു സവാള നുറുക്കിയതാണ്. അതുപോലെ 3-4 ക്യാരറ്റ്, ഒരു പച്ചക്കായ, എല്ലാം തന്നെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക്. ഈ വഴുതനങ്ങയും മുരിങ്ങാക്കായും ഒക്കെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നിനും ഓരോ വേവാണല്ലോ, അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നല്ല വേവുള്ളത് ആദ്യം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഈ സമയം ഞാൻ മറ്റൊരു പാനിൽ കുറച്ച് പരിപ്പ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ചുവന്നുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് നന്നായി വേവിക്കാം. ഈ വെള്ളം കൂടുതൽ വെച്ചത് പച്ചക്കറികൾ ഇങ്ങനെ കുറേ ഇടാനുള്ളതാണല്ലോ, അപ്പോൾ വെള്ളം ഒഴിക്കണ്ടെന്ന് കരുതിയിട്ടാണ് വെള്ളം ആദ്യം തന്നെ കുറച്ചധികം വെച്ചത്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ കുക്കറിൽ സാമ്പാർ വെക്കാറില്ല, ഇങ്ങനെ മൺചട്ടിയിലാണ് സാമ്പാർ വെക്കാറ്. കുക്കറിലാകുമ്പോൾ എല്ലാം തന്നെ വെന്തങ്ങ് ഉടഞ്ഞു പോവും. അത് കരുതി കുക്കറിൽ ഞാൻ വെക്കാറില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് വേവ് നോക്കി ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാമല്ലോ. അത് കരുതിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സൗകര്യം അതാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എന്നാലും പച്ചക്കറികളൊക്കെ ഏകദേശമൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. മത്തന് അധികം ഒന്നും വേവില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യം ഇടാതിരുന്നത്. അതുപോലെ ഇതിലേക്ക് മുരിങ്ങാക്കായും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു കഷ്ണം കായയാണ് ഇട്ട് കൊടുക്കുന്നത്. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നിൻ്റെ കായം കട്ടയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ നേരിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് വറുത്ത് പൊടിച്ച് അങ്ങനെ ആ രീതിയിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിത് സിമ്പിളായി ഉണ്ടാക്കാം എന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തെന്ന് കരുതി ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് വെന്ത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് കലങ്ങിക്കോളും. പച്ചക്കറികളെല്ലാം തന്നെ ഏകദേശം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് നമ്മൾ വഴുതനങ്ങയാണ്. അതുപോലെ ഒരു തക്കാളിയും അതുപോലെ കുറച്ച് വെണ്ടക്കയും അരിഞ്ഞു വെച്ചിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇനി കുറച്ച് മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഇട്ട് വാട്ടിയിട്ട് ചേർത്താലും മതി. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവും, വെള്ളം എല്ലാം വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവാണ്, നമുക്ക് കുറച്ച് ചുടുവെള്ളം കൂടി ചേർക്കണം. ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ്, ആ പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പിൻ്റെ കൂടെ ഇത് വേവിക്കുമ്പോൾ പരിപ്പ് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിപ്പ് ഞാൻ വേറെ വേറെ വേവിച്ച് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് പുളിയാണ്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു. ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് ഇനി വെള്ളം പോരായി വരികയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് വെള്ളം കുറച്ച് കുറവാണ്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഈ വഴുതനങ്ങയും ഈ വെണ്ടയ്ക്കയും ആ ചൂടിൽ കിടന്ന് വെന്തോളും. തീ കത്തിക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ആയതുകൊണ്ട് തന്നെ
നല്ല ചൂടും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല തിളയും ഉണ്ടാവും. ആ ആവിയിൽ കിടന്ന് വെന്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. സാമ്പാർ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കാം എന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്, എന്നാലോ കുഴഞ്ഞു പോയിട്ടില്ല. ആ രീതിയാണ് നമുക്ക് വേണ്ടത്. കുക്കറിലാകുമ്പോൾ അങ്ങ് ഉടഞ്ഞാളും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൺചട്ടി ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും മതി, നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ വറവിടുന്ന സമയത്ത് മാത്രമേ ഞാൻ സാമ്പാർ പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. ഈ കടുക് പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചെറുതായി നുറുക്കി അങ്ങനെ ഇട്ട് കൊടുക്കാം. സാമ്പാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറികൾ ഇങ്ങനെ പെട്ടെന്ന് അരിഞ്ഞു വെച്ച് നമുക്ക് പെട്ടെന്ന് വേവിച്ച് കറി ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി ഇത് നമുക്ക് ഈ കറിയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിക്ക് ഇപ്പോഴും നല്ല ചൂടുണ്ട്, ഇപ്പോഴും നന്നായി തിള വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സ്വാദിഷ്ടമായ ടേസ്റ്റിയായ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. അതിലൂടെ തന്നെ വേണം അമർത്താൻ, എന്നാലേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ വരികയുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.